ഹായ്, ഞാൻ സിദ്ധാർത്ഥ്. ഞാൻ ഒരു ACCA ഫൈനലിസ്റ്റാണ്. ഇപ്പോൾ കറൻ്റ് എൻ്റെ ലാസ്റ്റ് പേപ്പർ AFM ചെയ്യുന്നു എലാൻസ് കാലിക്കറ്റിൽ. എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ DMs വരാറുണ്ട്. ACCA സിമ്പിളാണോ അതോ ഭയങ്കര ഡിഫിക്കൽട്ടാണോ പഠിക്കാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട്. നമുക്കൊരു സംശയം കൂടാതെ പറയാൻ പറ്റും, ഇപ്പോൾ നിലവിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കോഴ്സാണ് ACCA. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഇതിന് എൻറോൾ ചെയ്യുന്നുണ്ട്, കറൻ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ACCAക്ക് ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ എന്താ വെച്ചാൽ, ഞാൻ എൻ്റെയും എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരെയും എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും ഒരേപോലെ ആയിക്കോണമെന്നില്ല. ലൈക്ക് ഞാൻ പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് ആണെങ്കിലും +2 ആണെങ്കിലും ഒക്കെ നല്ല മാർക്ക് വാങ്ങുന്നവരുണ്ട്, ആവറേജ് മാർക്ക് വാങ്ങുന്നവരുണ്ട്, ലോ മാർക്ക് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ആവറേജിൻ്റെ കാര്യമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാവർക്കും കൂടി പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല. എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് ആവറേജ് എടുത്തിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അത് ഉപയോഗിച്ച് ഡിസിഷൻ എടുക്കാം. സോ ACCA ചെയ്യാൻ താല്പര്യമായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈസ് ACCA റിയലി ദാറ്റ് ഡിഫിക്കൽട്ട്? The answer is no, but also yes. ACCA ആക്ച്വലി അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ട് കോഴ്സൊന്നുമല്ല. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് പഠിച്ചെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഒരു ഡ്രീം വേണം, ഈ കോഴ്സ് പഠിക്കണം, കംപ്ലീറ്റ് ചെയ്യണം, ഒരു ACCA ആവണം എന്നല്ല. അല്ലാതെ വെറുതെ ആർക്കെങ്കിലും വേണ്ടി എടുത്ത്, അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നത് കേട്ടെടുത്ത്, അല്ലെങ്കിൽ വേറെ ഒരു കോഴ്സും ഇല്ലാത്തതുകൊണ്ട് എടുക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. സോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വരും. ബിക്കോസ് ചെറിയ പ്രഷർ വരുമ്പോൾ തന്നെ നമുക്ക് ഓവർ തിങ്കിങ് തുടങ്ങും. നമ്മുടെ ഫ്രണ്ട്സൊക്കെ കോളേജിൽ പോയിട്ട് അടിച്ചു പൊളിക്കുന്ന വീഡിയോസ് ഉണ്ടാവും. ചിലപ്പോൾ അവർ പഠിക്കാതെ ഉഴപ്പി കണക്കായിരിക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ ഭാഗത്ത് എന്താ, നമ്മൾ പഠിക്കുകയാണ്, നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യാണ്. സോ അത് കാണുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി കുറച്ച് ഓവർ തിങ്കിങ് ഉണ്ടാവും. ആ ഒരു ഓവർ തിങ്കിങ് പതുക്കെ ഡീമോട്ടിവേഷനിലേക്കും പതുക്കെ ഡിപ്രഷനിലേക്കും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നത് വരെ എത്തും. സോ ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു വലിയ ഡിസിഷൻ എടുക്കണം. +2 കഴിഞ്ഞിട്ട് കോളേജിന് പോകണോ അതോ ACCA എടുക്കണോ? ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാരൻസായിട്ട് കൺസൾട്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതേപോലെ ചെയ്യാം. കാരണം ACCA അങ്ങനെ വെറുതെ ഒന്നും എടുക്കാൻ പറ്റിയൊരു കോഴ്സല്ല, ഒരു ഫോറിൻ കോഴ്സാണ്. അപ്പോൾ ഇറ്റ്സ് ആക്ച്വലി എക്സ്പെൻസീവ്. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തൊട്ടിട്ട് നമ്മൾ എത്ര കാലം നിൽക്കുന്നോ അത്രയും കാലം നമ്മുടെ കയ്യിൽ നിന്ന് നല്ല ഫണ്ട് ഇറങ്ങും. അപ്പോൾ അത്രയും കൺഫേം ആണ് നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു കോഴ്സിന് ചേരുക. അല്ലാതെ കോഴ്സ് ജോയിൻ ചെയ്ത് ക്ലാസ്സും അറ്റൻഡ് ചെയ്യില്ല, ഫാക്കൽറ്റി പറയുന്ന കാര്യങ്ങളും ചെയ്യില്ല, അങ്ങനെയൊക്കെ ഉഴപ്പി നടന്നിട്ട് ലാസ്റ്റ് എക്സാമൊക്കെ ഫെയിൽ ആകുമ്പോൾ വീഡിയോസിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ACCA എടുത്ത് ആകെ പെട്ട് കിടക്കുകയാണ്, ഇതിന് വേറെ ആരും എടുക്കല്ലേ, ഈ ട്രാപ്പിൽ ആരും പോയി പെടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ കമൻറ്റ്സ് വരും. അപ്പോൾ അതേപോലെ നെഗറ്റീവ് അടിച്ചിട്ട് കാര്യമില്ല. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു കൺഫർമേഷൻ വേണം, ഈ ഒരു കോഴ്സാണ് വേണ്ടത്, ഇതാണ് പഠിക്കേണ്ടതെന്ന്. അതിനുശേഷം മാത്രം കോഴ്സ് സെലക്ട് ചെയ്യാം. എനിക്ക് അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഒന്നും ഈ ഒരു കോഴ്സ് എടുത്തുകൊണ്ട് എൻ്റെ ലൈഫിൽ മിസ്സായിട്ടില്ല. കാരണം നമ്മൾ പ്രോപ്പർലി പഠിച്ചു പോവുകയാണെങ്കിൽ ഒരു കാര്യങ്ങളും മാറ്റി വയ്ക്കാതെ തന്നെ നമുക്ക് നമ്മുടെ കോഴ്സും അതേപോലെ തന്നെ എന്തൊക്കെയാണോ കാര്യങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഉള്ള ഒരുവിധം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും അത്യാവശ്യം പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തന്നെ കൊണ്ടുപോകുന്നത്. നമ്മൾ പ്രോപ്പർലി ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്ത് ഡെയിലി എടുക്കുന്നത് പഠിച്ചൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് അങ്ങനെ വലിയ പ്രഷറൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ഓരോ പേപ്പർ വെച്ച് എടുക്കാനാണ്. സോ ഓരോ പേപ്പർ വെച്ച് എടുക്കുക, വലിയ ബുദ്ധിമുട്ടില്ലാതെ അതെങ്ങനെയും പാസ്സായി പോവാം. പിന്നെ നിങ്ങൾക്ക് ഒരു പേപ്പർ എടുക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുകയാണെങ്കിൽ 2 പേപ്പർ എടുക്കാം. അപ്പോൾ 3 കൊല്ലത്തെ കോഴ്സ് എന്നുള്ളത് 1.5 കൊല്ലം കൊണ്ട് കഴിയും. സോ നമുക്ക് ഇനി ഓരോ ലെവൽ വൈസ് അല്ലെങ്കിൽ പേപ്പർ വൈസ് ഡിഫിക്കൽറ്റി നോക്കാം. നിങ്ങൾക്ക് അറിയാലോ, ACCAയിൽ ടോട്ടൽ 3 ലെവൽസാണ് ഉള്ളത്. അപ്പോൾ അതറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞാനിവിടെ ഒരു വീഡിയോയിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് കയറി കണ്ടിട്ട് വരാം. കാരണം ബേസിക് കോഴ്സിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊന്നും അറിയാതെ ഇതിരുന്ന് കേട്ടിട്ട് കാര്യമില്ല. നോളേജ് ലെവലിൽ 3 പേപ്പേഴ്സാണ് ഉള്ളത്. അതിൽ BTയും FAയും നല്ല സിമ്പിളാണ്, ആർക്കും പാസ്സാകാൻ പറ്റും. ലൈക്ക് അതൊരു +2 +1 ആ ഒരു ലെവലൊക്കെ ഉള്ളൂ. MA ലേശം ടഫാണ്, അതിരുന്ന് പഠിച്ചെങ്കിലേ കിട്ടുള്ളൂ. ടഫാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര ടഫാണെന്നല്ല, ബാക്കിയുള്ള പേപ്പേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടഫാണ്. ഏതായാലും നോളേജ് ലെവലാണല്ലോ, നമുക്ക് ബേസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേപ്പേഴ്സ് പഠിക്കുന്നത്. ഇത് മാക്സിമം ഒരു 5-6 മാസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. കാരണം കുറേ ടൈം ഇതിൽ വേസ്റ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല, കാരണം ഓൺ ഡിമാൻഡ് എക്സാംസ് ആണ്. നോളേജ് ലെവൽ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് സ്കിൽ ലെവലാണ്. സ്കിൽ ലെവലിൽ മൊത്തം 6 പേപ്പേഴ്സാണ് ഉള്ളത്. സോ അതിൽ ഫസ്റ്റ് പേപ്പർ വരുന്നത് ലോ ആണ്. ലോ അങ്ങനെ എനിക്കൊരു സ്കിൽ ലെവലായിട്ട് കൂട്ടാനും താല്പര്യമില്ല. പക്ഷേ ACCA എന്തോ ആ ഒരു സ്ട്രക്ചറിൽ ലോ സ്കിൽ ലെവലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചാലും മതി. ആകെ 10-12 പേജും കണ്ടുള്ളതിൻ്റെ PDF, അതിരുന്ന് വായിക്കുക, അതിരുന്ന് പഠിക്കുക, എല്ലാം ഡയറക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വരിക. സോ അതിനെപ്പറ്റി ആലോചിച്ച് ആരും ടെൻഷൻ ആവണ്ട. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് 5 പേപ്പേഴ്സാണ്. PM, FR, ടാക്സ്, AA, FM. ഈ 5 പേപ്പേഴ്സാണ് നമുക്ക് സ്കിൽ ലെവലിൽ കോറായിട്ട് സബ്ജക്റ്റ് വരുന്നത്. ഇതിൽ തന്നെ തിയറി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ FMഉം AAയും നമുക്ക് ഒരു വിഷയം ഉണ്ടാവില്ല. കാരണം അത് മോസ്റ്റ്ലി തിയറി ബേസ്ഡ് ആണ്. AA എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷനേ ഉണ്ടാവില്ല, ഫുള്ള് തിയറി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അത് ആ വഴിക്ക് ഇങ്ങനെ പോയിക്കോളും. ക്ലാസ്സൊക്കെ കുറച്ച് ബോറിംഗ് ആയിരിക്കും തിയറി ആയതുകൊണ്ട് തന്നെ. പക്ഷേ നമ്മൾ അതിനനുസരിച്ച് പഠിച്ച് തരുന്ന നോട്ട്സ് ചെറിയ ചെറിയ PDF-കളായിരിക്കും. 12 ചാപ്റ്ററോ 13 ചാപ്റ്ററോ അങ്ങനെ എങ്ങാണ്ടുള്ളൂ. സോ അത് കറക്റ്റായിട്ട് പഠിക്കുക, പിന്നെ നമ്മുടെ PDF റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ തരക്കേടില്ലാതെ ഈ 2 പേപ്പേഴ്സും പാസ്സാകാൻ പറ്റും. പിന്നെ വരുന്നത് FR ആണ്.
FR ആക്ച്വലി ഭയങ്കര ക്രൂഷ്യലാണ്. FRൽ നമ്മൾ പഠിക്കുന്ന അതേ സ്റ്റാൻഡേർഡ്സ് ആണ് നമുക്ക് AA-ലും SBRലും AAA-ലും ഒക്കെ ആവശ്യം വരിക. ഇനി ഇതൊന്നുമല്ല, നമ്മളൊരു ജോബിനൊക്കെ പോകുമ്പോൾ നമുക്ക് മെയിൻലി വരുന്ന വർക്ക് എല്ലാതും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനോട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. ആൻഡ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമ്മൾ ബേസ് ആയിട്ട് പഠിക്കുന്നത് നമ്മുടെ FRലാണ്. അപ്പോൾ എല്ലാവരും FR ജസ്റ്റ് ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ മാത്രം കാണാതെ നമുക്ക് ഫ്യൂച്ചറിലും കൂടി ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി ഏറ്റവും നല്ല രീതിക്ക് തന്നെ വൃത്തിയായിട്ട് പഠിച്ചോളാം. എക്സാമും കാര്യങ്ങളൊന്നും വലിയ ടഫൊന്നും ഉണ്ടാവില്ല. നമുക്ക് കുറച്ചൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക. സോ ആ രീതിയിൽ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, എല്ലാ സ്റ്റാൻഡേർഡ്സും കാണാപ്പാടം പഠിക്കാതെ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഞാൻ ഈ പറയുന്നത് ജസ്റ്റ് പാസ് ആവാനുള്ള കാര്യം കേട്ടോ. നിങ്ങൾക്ക് നല്ല മാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുത്തിയിരുന്ന് പഠിക്കണം. ഈ ഫുൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോ കാര്യങ്ങളും അരച്ച് കലക്കി പഠിച്ചെങ്കിലേ നമുക്ക് റാങ്ക് ആ ലെവലിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ACCA 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ 50 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പാസ്സാവും. അപ്പോൾ പാസ്സാവാൻ വേണ്ട കാര്യം ഞാൻ പറയുന്നത്, അല്ല നല്ല മാർക്ക് വാങ്ങേണ്ട കാര്യമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ വീഡിയോ കാണാൻ. പിന്നെ ഏത് പേപ്പറാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വെറുതെ റോട്ട് ലേണിംഗ് പോലെ ചെയ്യരുത്. കാരണം നമുക്ക് ഒരിക്കലും ആ ക്വസ്റ്റ്യൻസ് വരില്ല. അതിന് പകരം ഓരോ ക്വസ്റ്റ്യനിലും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഫർദർ ക്വസ്റ്റ്യൻസ് ചെയ്യും. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഭയങ്കര ഈസി ആണെന്നൊരു തെറ്റിദ്ധാരണ വരാൻ പാടില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് പേപ്പർ ടാക്സ് ആണ്. ടാക്സ് എന്ന് പറയുന്നത് ഫുള്ള് കാൽക്കുലേഷൻസ്, നമ്പേഴ്സ്, കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു പ്രീസിറ്റ് പോലെ പഠിച്ച് പോകാൻ പറ്റുന്നേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് പറയാൻ മാത്രമൊന്നുമില്ല. പക്ഷെ ഭയങ്കര ലെങ്തിയാണ്. നമുക്ക് ചാപ്റ്റേഴ്സ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ സിലബസ് ഭയങ്കര ലെങ്തിയാണ്. പക്ഷേ അതിലുള്ള കാര്യങ്ങൾ സിമ്പിൾ കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻസ് ഒന്നും വല്ലാതെ അങ്ങനെ ട്വിസ്റ്റ് ചെയ്തൊന്നും ചോദിക്കില്ല. കാരണം എന്തായാലും നമുക്കൊരു പ്രീസെറ്റിനനുസരിച്ച് ടാക്സ് എഴുതാൻ പറ്റുള്ളൂ. സോ നല്ലപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ല നമുക്ക് ടാക്സ് പാസ്സാകാൻ പറ്റും. നല്ലോണം പാസ് റേറ്റ് ഉള്ള ഒരു പേപ്പറാണ് ടാക്സ്. ഇനിയാണ് വില്ലൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ സ്കിൽ ലെവലത്തെ മാത്രമല്ല പറയുന്നത്. ACCAയിൽ മൊത്തമായിട്ട് ഒരൊറ്റ വില്ലനേ ഉള്ളൂ, അതായത് PM. അത്യാവശ്യം നല്ല ടൈറ്റ് സബ്ജക്റ്റ് തന്നെയാണ് PM. നല്ലോണം പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും വരിക. പാസ് റേറ്റും കുറവാണ്. എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ P-levels പോലും ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. സോ PM ഇത്തിരി കെയർഫുള്ളായിട്ട് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി ഫസ്റ്റ് തൊട്ടേ പഠിച്ചു പോവുക. അതായത് സിലബസ് പഠിപ്പിച്ച് കഴിയാൻ നിൽക്കരുത്. ഓരോന്ന് പഠിച്ചു പോകുമ്പോഴേ അതിൻ്റെ ഒപ്പം തന്നെ ക്വസ്റ്റ്യൻസും ചെയ്ത് പ്രോപ്പറായിട്ട് ഒരു ഷെഡ്യൂൾ വെച്ച് പഠിച്ച് നല്ലോണം കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് PM പാസ്സാകാൻ പറ്റൂ. അല്ലാതെ വെറുതെ കാണാപ്പാടം പഠിച്ച് പോവുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി P-level പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ വലിയ ഡിഫിക്കൽട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ PM ഇട്ട ആ ഒരു എഫേർട്ട് ഞാൻ ഒരു പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സിന് ഇതുവരെ ഇട്ടിട്ടില്ല. എനിക്ക് അതിൻ്റെ ആവശ്യം തോന്നിയിട്ടുമില്ല. ക്വസ്റ്റ്യൻ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെന്താ വെച്ചാൽ P-level നമ്മൾ SBRും SBLും ആണ് മാൻഡറ്ററി പേപ്പേഴ്സ്. പിന്നെ ബാക്കി 3 പേപ്പേഴ്സിന് ഒരെണ്ണം എഴുതിയാൽ മതി. എന്ന് പറയുമ്പോൾ ATX, AAA, APM. ആൻഡ് ഞാൻ അതിൽ കംപ്ലീറ്റ് ചെയ്തത് AAA ആണ്. കാരണം എനിക്ക് AA ഭയങ്കര ഈസി ആയിരുന്നു. AA ആക്ച്വലി പാസ് റേറ്റ് ഭയങ്കര കുറവുള്ള പേപ്പറാണ്. അതിനു വേണ്ടി ATX ഒന്നും അത്രയും തന്നെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ടാക്സ് ആണ് ഒന്നും കൂടി കംഫർട്ടബിൾ ഓഡിറ്റിനെ കാട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ATX എടുക്കാം. PM ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ APM എടുക്കാം. സോ അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ അതിലും കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അറിയാം, ഞാനിപ്പോൾ കുറേ കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അത്രയും ഡിഫിക്കൽട്ടാണ് നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. ഞാൻ ആക്ച്വലി സ്കിൽ ലെവൽ തൊട്ടിട്ടേ അത്യാവശ്യം ജോബും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. സോ ആ ജോബിൻ്റെ കൂടെ തന്നെ എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഫുൾ ടൈം സ്റ്റുഡൻറ്റ് ഒരു ഓഫ്ലൈനായിട്ട് ഫാക്കൽറ്റീൻ്റെ ക്ലാസ് പോയിരുന്ന് പഠിച്ച് അവിടെ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പോവുകയാണെങ്കിൽ എന്തുകൊണ്ടും എനിക്കുള്ളതിനെക്കാട്ടിലും ഒന്നും കൂടി ഈസി ആയിരിക്കണമല്ലോ. ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോൾ നമ്മൾ എന്തായാലും ക്ലാസ്സിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവണം, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ സീനില്ലാതെ പാസ്സാവുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഫെയിലായ ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ ACCA നമ്മൾ ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനല്ല നോക്കേണ്ടത്, ഫാക്കൽറ്റീസ് ആണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇപ്പോഴൊരു പ്രശ്നം എന്താ വെച്ചാൽ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും അങ്ങനെ പേപ്പർ വൈസ് ആയിട്ട് കൊടുക്കുന്നില്ല. എല്ലാവരും പാക്കേജിലേക്ക് വന്നിരിക്കാം. ഞാനപ്പോൾ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് തമ്മിലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോഴേ ആ ഒരു ഫ്ലോയ്ക്കും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഒരു പാക്കേജ് ഓൺലി ആക്കിയതെന്നാണ്. അപ്പോൾ അതൊരു കോളേജ് പോലെ അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ബാച്ച് വൈസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാക്കേജുകൾ മാത്രമാക്കിയതാണ്. സോ നിങ്ങളിപ്പോൾ +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ACCA എടുക്കണമെന്ന് എന്തായാലും തീരുമാനിച്ചു. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. മാക്സിമം മെസ്സേജ് അയച്ചിടാൻ നോക്കുക. അത് കണ്ടിട്ടില്ലെങ്കിൽ മാത്രം കോളിലേക്ക് കിടക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാം. പിന്നെ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഒറ്റ ഒരു റിക്വസ്റ്റ്, ACCA റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കുക. എനിക്ക് വേറെ ഒരു കോഴ്സിനെ പറ്റി ഒരു ഐഡിയ ഇല്ല കേട്ടോ. സോ ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് കിടക്കാം. ACCA അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോഴ്സൊന്നുമല്ല. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് പഠിച്ചെടുക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. പക്ഷെ പഠിക്കണം.
ഫാക്കൽറ്റീസ് പറയുന്നത് കേട്ട് അവർ സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് തന്നെ പഠിക്കണം. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ ACCA ഡിഫിക്കൽട്ട് ആവും. എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ ലാംഗ്വേജ് നല്ലതല്ലെങ്കിൽ, അതേപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ വലിയ ധാരണ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ACCA കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതേപോലെ തന്നെ മെയിൻലി കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് നമുക്ക് 2.5 മാസത്തോളം കിട്ടും ഒരു പേപ്പർ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ബാക്കി ടൈമൊക്കെ വേസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് 1 മന്തിലേക്ക് പഠിക്കാൻ വേണ്ടിയിരിക്കും. അപ്പോഴും ഫെയിൽ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡൗട്ട്സ് കുറച്ചെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ACCA പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് എന്തായാലും അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ ഈ ഒരു ചാനലിലൂടെ മെയിനായിട്ട് സ്റ്റഡി ബ്ലോഗ്സ്, അതേപോലെ തന്നെ ഡെയിലി ബ്ലോഗ്സ്, പിന്നെ ACCA റിലേറ്റഡ് കണ്ടന്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയുള്ള വയസ്സ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.